ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ തുളുത്തിയിൽ ആയുസ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. പ്രമേഹം, ഹൃദ്രോഗം, വാദം, അസ്ഥിക്ഷയം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വിദഗ്ധ ആയുർവേദ ചികിത്സ. എല്ലാ ശനിയാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന പാനൽ ചികിത്സ. മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. തുളുത്തിയിൽ ആയുസ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ക്ലിനിക് തൃക്കണ്ടിയൂർ റോഡ്, തിരൂർ. ഹോസ്പിറ്റൽ നിയർ തുളുത്തിയിൽ തറവാട്, മാങ്ങാട്ടിരി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഉളിയത്തു തറവാടിന്റെ സമ്പൂർണ്ണ കുടുംബസംഗമം ശ്രദ്ധേയമായി. ചമ്രവട്ടം ഉളിയത്തു തറവാടിന്റെ സമ്പൂർണ്ണ കുടുംബസംഗമം ഇക്കഴിഞ്ഞ ദിവസം പെരിന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ പ്രൗഢോജ്വലമായ രീതിയിൽ നടക്കുകയുണ്ടായി. ഈ സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം ചമ്രവട്ടം മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ അൻവരി നിർവഹിച്ചു. ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. 11 പേര് കളിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ നിന്നിട്ട് ഓരോ സമയത്തും അങ്ങോട്ടിട്ടാ അങ്ങോട്ടിട്ട് കൊടുക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവന്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിക്കോ. കമാൻഡിങ് പവർ എന്ന് വെച്ചാൽ ആജ്ഞാപിക്കാനുള്ള ശക്തി അതൊരു മനുഷ്യൻ ഉണ്ടാക്കേണ്ടതാണ്. ഓരോ മഹല്ലും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആജ്ഞാപിക്കാനുള്ള ശക്തിയില്ലാത്ത ആളുകൾ കുറയുമ്പോഴാണ്. കലാപമുണ്ടാക്കാൻ ആളുകൾ ഉണ്ടാകും. മഹല്ലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കവിടെ എന്ന് പറയാൻ ആളുണ്ടാകണം. ആ ഇരിക്കവിടെ എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ആള് നല്ല മൂല്യമുള്ള ആളും ശക്തിയുള്ള ആളും മാന്യനായ ആളും നീതിപുറമുള്ള ആളുമായി ജനങ്ങൾ അംഗീകരിക്കുന്ന ആളാകുമ്പോ മോനെ ഇരിക്ക് എന്ന് പറയുമ്പോ ആ കുട്ടികൾ അവിടെ ഇരുന്നിരിക്കും. ആ ശക്തിയിലേക്ക് ഇയാളും വളർന്നു വരണം, ആ അനുസരണയിലേക്ക് അവരും വളർന്നു വരണം. ആജ്ഞാപന ശേഷി എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാകേണ്ടതാണ്. കുടുംബബന്ധങ്ങളിലെ സ്നേഹവും ഐക്യവും നിലനിർത്തുന്നതിന്റെ പ്രസക്തി സരസമായ ഭാഷയിൽ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. കുടുംബങ്ങളിലെ നിരാലംബരായ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി ക്ലബ്ബ് തുടങ്ങുന്നതിനെക്കുറിച്ച് സ്വാഗതം ആശംസിച്ച ഉളിയത്തു സലീം സൂചിപ്പിക്കുകയും അതിന്റെ ഉദ്ഘാടനം കുടുംബത്തിലെ മുതിർന്ന കാരണവർ ബാവ ഹാജി നിർവഹിക്കുകയും ചെയ്തു. ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. റിയാദ്, ഇബ്രാഹിംകുട്ടി, അബ്ദുൽ മജീദ്, ജാസിറ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കുടുംബങ്ങളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC+2 ഡിപ്ലോമ ഡിഗ്രി ബിടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. PhD കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.